അയർലൻഡിനെതിരായ 2020 പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാകാത്ത നിരാശയാണ് സമ്മാനിച്ചത്. പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും നായകൻ ശ്രേയസ് അയ്യറും പോലും ഇത്തരമൊരു ഫലം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ആദ്യ മത്സരത്തിൽ 34 റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ വെറും 1 റൺസിന് തോറ്റതോടെ പരമ്പര കൈവിടുകയായിരുന്നു. വലിയ ടീമുകളെ പോലും അനായാസം മറികടക്കാനുള്ള ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പണിംഗ് ബാറ്റർമാരുടെ മോശം പ്രകടനമാണ്. മലയാളി താരം സഞ്ജു സാംസൺ 2 മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും 5 റൺസ് മാത്രമാണ്. ആദ്യ മത്സരത്തിൽ 5 റൺസ് നേടിയ സഞ്ജു രണ്ടാം മത്സരത്തിൽ അക്കൗണ്ട് പോലും തുറക്കാതെ മടങ്ങി. മികച്ച അവസരം ലഭിച്ചിട്ടും അത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാത്തത് ആരാധകരെയും നിരാശരാക്കി. മറുവശത്ത് ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ പ്രകടനവും സ്ഥിരതയില്ലാത്തതായിരുന്നു. ആദ്യ മത്സരത്തിൽ 49 റൺസ് നേടി പ്രതീക്ഷ ഉയർത്തിയ താരം രണ്ടാം മത്സരത്തിൽ 0-ന് പുറത്തായി. ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ പരാജയം ഇന്ത്യൻ മധ്യനിരയ്ക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുകയും അതുവഴി മത്സരഫലത്തെ തന്നെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിരാശയിൽ നിന്ന് ഇന്ത്യക്ക് വേഗത്തിൽ കരകയറേണ്ട സാഹചര്യമാണുള്ളത്. കാരണം അടുത്തതായി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ശക്തരായ ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയാണ്. ജൂലൈ 1-ന് ആരംഭിക്കുന്ന ഈ പരമ്പരയിൽ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനിടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവ വിസ്മയമായി വിശേഷിക്കപ്പെടുന്ന വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകണമെന്ന മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കർ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കവെയാണ് ഗവാസ്കർ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ മികച്ച ഫോമിലുള്ള വൈഭവ് സൂര്യവംശിയെ അയർലൻഡിനെതിരായ പരമ്പരയിൽ തന്നെ പരീക്ഷിക്കാമായിരുന്നുവെന്നാണ് ഗവാസ്കറിന്റെ അഭിപ്രായം. ഒരു മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പവും മറ്റൊരു മത്സരത്തിൽ സഞ്ജു സാംസണിനൊപ്പവും വൈഭവിനെ ഓപ്പണറാക്കാനുള്ള അവസരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം ഇന്ത്യ ജയിക്കുമെന്ന് പറയാനാകില്ലെന്നും ഗവാസ്കർ വ്യക്തമാക്കുന്നു. യുവതാരം പരാജയപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഭാവിയെ മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളാണ് ടീം മാനേജ്മെന്റ് എടുക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അയർലൻഡിനോടേറ്റ ഞെട്ടിക്കുന്ന തോൽവി ഇന്ത്യൻ ടീമിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അതിന്റെ പേരിൽ പുതിയ പ്രതിഭകളുടെ അരങ്ങേറ്റം വൈകിപ്പിക്കരുതെന്നാണ് ഗവാസ്കറിന്റെ നിലപാട്. മറിച്ച് ബാറ്റിംഗിൽ ഫോമില്ലാത്ത മധ്യനിര താരങ്ങൾക്ക് വിശ്രമം നൽകി വൈഭവിനെ 3-ാം നമ്പറിൽ പരീക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യൻ ടീമിന് മികച്ച തുടക്കങ്ങൾ സമ്മാനിച്ച താരങ്ങളാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും. വെറും 2 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അവരെ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് ശരിയായ സന്ദേശമാകില്ലെന്നും ഗവാസ്കർ അഭിപ്രായപ്പെടുന്നു. ഗവാസ്കർ നിർദ്ദേശിക്കുന്ന ടീമിൽ വൈഭവ് സൂര്യവംശി 3-ാം നമ്പറിലും ഇഷാൻ കിഷർ 4-ാം നമ്പറിലും ശ്രേയസ് അയ്യർ 5-ാം നമ്പറിലും ബാറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. യുവതാരങ്ങളും പരിചയ സമ്പന്നരുമടങ്ങിയ ഈ മധ്യനിര ഇന്ത്യക്ക് പുതിയ ഊർജം നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യയുടെ അയർലൻഡിനെതിരായ തോൽവി ഇംഗ്ലണ്ട് ഇന്ത്യയെ നേരിടാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഇറങ്ങുക. അതിനാൽ അവരെ അമ്പരപ്പിക്കാനും തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യക്ക് പുതിയ നീക്കങ്ങൾ അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കണമെങ്കിൽ ജൂലൈ 1-ന് വൈഭവ് സൂര്യവംശി കളിക്കണമെന്ന ശക്തമായ സന്ദേശത്തോടെയാണ് ഗവാസ്കർ തന്റെ അഭിപ്രായം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇന്ത്യൻ ആരാധകരും ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്: അയർലൻഡിനെതിരായ നിരാശ മറന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെയും അതേ പിഴവുകൾ ആവർത്തിക്കുമോ? കാത്തിരുന്ന് കാണാം.